പ്രപഞ്ചം, പ്രകാശം, പ്രണയം. ഈ ത്രയചാരുതകളിൽ അദൃശ്യമായതും എന്നാൽ ഹൃദയത്തിൽ നേർത്തൊരു ഹിമകണമായി അനുഭവപ്പെടുന്ന വികാരം പ്രണയം. കാളിദാസന്റെ ശാകുന്തളത്തിലും ചങ്ങമ്പുഴയുടെ രമണനിലും വയലാറിന്റെ വരികളിലും വിടർന്ന അതേ പ്രണയം. ഒരു മഹായുദ്ധം ട്രോയ് എന്ന നഗരത്തെ നിശ്ചലമാക്കിയതിനും ഒരു ചക്രവർത്തി കല്ലിനെ കവിതയാക്കി കുടീരമൊരുക്കിയതിനും പിന്നിൽ തീവ്ര പ്രണയത്തിന്റെ കഥകളുണ്ട്. കാലങ്ങൾ മാറി, പ്രണയരീതികൾ മാറി. ഒളിഞ്ഞും മറഞ്ഞും പ്രണയിച്ചവർ പിന്നീട് കത്തുകൾ കൈമാറി. കത്തുകൾ ഫോൺ കോളുകളായി, ഫോൺ കോളുകൾ ടെക്സ്റ്റ് മെസ്സേജുകളായി. ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട ഈ വർത്തമാനകാലത്ത് പ്രണയവും ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രണയം അനുഭവിച്ചു കഴിഞ്ഞവർക്കും പ്രണയിക്കുന്നവർക്കും ഇനി പ്രണയിക്കാനിരിക്കുന്നവർക്കും വേണ്ടി ഫ്ലവേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ പ്രണയ ദിനാശംസകൾ.